ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഫസ്റ്റ് ബെൽ ക്ലാസ്സിലൂടെ നിങ്ങൾ കേട്ട സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന 9ാം ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ ലെക്ചർ നോട്ട്സും ഡിസ്കഷനുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് ക്ലാസ് കണ്ടു നോക്കാം. സോ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇൻസുലേഷനെ കുറിച്ചാണ്. എന്താണ് ഇൻസുലേഷൻ? ദി ഇൻകമിംഗ് സോളാർ എനർജി ഓർ റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ഹ്രസ്വ തരംഗങ്ങളുടെ രൂപത്തിൽ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തുന്ന എനർജിയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. ഇൻസുലേഷനിലൂടെയാണ് ഭൂമിയുടെ സർഫസ് ചൂടുപിടിക്കുന്നത്. ഇങ്ങനെ ചൂട് പിടിച്ച ശേഷം പിന്നെ ആ ഹീറ്റ് എനർജിക്ക് എന്താ സംഭവിക്കുന്നത്? അത് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെ അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന 4 മെത്തേഡ്സ് ആണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഒന്നാമത്തേതാണ് കണ്ടക്ഷൻ. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു നിയർ അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ സർഫസിൽ നിന്നും തൊട്ടടുത്തുള്ള അന്തരീക്ഷത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ. രണ്ടാമത്തേത് കൺവെക്ഷൻ ആണ്. ഹീറ്റഡ് എയർ റൈസസ് അപ്പ്. സോ ആദ്യത്തെ പ്രോസസ്സിലൂടെ തൊട്ടടുത്തുള്ള അന്തരീക്ഷത്തിന് ചൂട് പിടിക്കുന്നു. അങ്ങനെ ചൂടുപിടിച്ച അന്തരീക്ഷം അല്ലെങ്കിൽ ചൂടുപിടിച്ച എയർ വികസിച്ച് മുകളിലേക്ക് ഉയരുന്ന പ്രോസസ്സാണ് കൺവെക്ഷൻ. അടുത്തത് അഡ്വെക്ഷൻ ആണ്. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ബൈ വിൻഡ് ആണ്. അതായത് ചൂടുപിടിച്ച എയർ വിൻഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാറ്റ് വീശുന്ന സമയത്ത് ഹൊറിസോണ്ടൽ ആയിട്ട് ട്രാൻസ്ഫർ ആകും. ഓക്കെ. അടുത്തത് ടെറസ്ട്രിയൽ റേഡിയേഷൻ ആണ്. അതായത് ഹീറ്റ് എനർജി ഔട്ടർ സ്പേസിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന മെത്തേഡാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ടെറസ്ട്രിയൽ റേഡിയേഷൻ ലോങ് വേവ്സിന്റെ രൂപത്തിലാണ് ഔട്ടർ സ്പേസിലേക്ക് പോകുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം സമയവും സ്ഥലവും മാറുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ടെമ്പറേച്ചറിന്റെ വിതരണത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ലാറ്റിറ്റ്യൂഡ്സ് ആണ്. രണ്ടാമത്തേത് ഓൾട്ടിറ്റ്യൂഡ്, പിന്നെ നിയർനെസ് ഓഫ് ഓഷ്യൻ, ലാസ്റ്റ് വൺ വിൻഡ്. ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്നത്? നമുക്കറിയാം ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ആണല്ലേ. അതേപോലെ നോർത്ത് പോളും സൗത്ത് പോളും 90 ഡിഗ്രീസിലാണ് ലൈ ചെയ്യുന്നത്. ഇക്വേറ്ററിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. പോൾസിലേക്ക് പോകും തോറും ചൂടിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. സോ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ട്രോപ്പിക്കൽ റീജിയൻസിലാണ്. അതായത് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിന് അടുത്തായിട്ടുള്ള പ്രദേശം. ഇനി ഡിക്രീസസ് ഓൺ അപ്രോച്ചിങ് പോൾസ്. പോൾസിലേക്ക് എത്തും തോറും ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അടുത്തത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. നമുക്കറിയാം ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഇറ്റ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്റർ ഓഫ് ഓൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി എന്ന തോതിലാണ് ടെമ്പറേച്ചർ കുറയുന്നത്. സോ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് നിയർനെസ് ഓഫ് ഓഷ്യൻ ആണ്. നമുക്കറിയാം സീ അല്ലെങ്കിൽ ഓഷ്യന് ക്ലോസ് ആയിട്ടുള്ള പ്രദേശത്ത് മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. അതായത് അധികം ചൂടും ഉണ്ടാവില്ല, അധികം തണുപ്പും ഉണ്ടാവില്ല. എന്നാൽ സീയിൽ നിന്നും ദൂരെയുള്ള പ്രദേശങ്ങളിൽ എക്സ്ട്രീം ക്ലൈമറ്റ് ആയിരിക്കും. അതായത് ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇനി അടുത്ത ഫാക്ടറാണ് വിൻഡ്. വിൻഡ് പലതരത്തിലുണ്ട്. ഹോട്ട് വിൻഡ്സും ഉണ്ട്, കോൾഡ് വിൻഡ്സും ഉണ്ട്. ഹോട്ട് വിൻഡ്സ് ആണെങ്കിൽ ആ പ്രദേശത്തെ ടെമ്പറേച്ചർ ഉയരും. കോൾഡ് വിൻഡ്സ് ആണെങ്കിൽ ആ പ്രദേശത്തെ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് ലാറ്റിറ്റ്യൂഡ്സ്, ഓൾട്ടിറ്റ്യൂഡ്, നിയർനെസ് ഓഫ് ഓഷ്യൻ, വിൻഡ്. ഓക്കെ. ഇനി അടുത്തത് ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണ്. എങ്ങനെയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ഡിവൈഡഡ് ബൈ 2. അതായത് നമ്മളിവിടെ ശരാശരിയാണ് കണ്ടത് അല്ലേ, അല്ലെങ്കിൽ ആവറേജ് ആണ് കണ്ടുപിടിച്ചത്. മാക്സിമം ടെമ്പറേച്ചറിന്റെയും മിനിമം ടെമ്പറേച്ചറിന്റെയും, അതായത് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിന്റെയും മിനിമം ടെമ്പറേച്ചറിന്റെയും ശരാശരിയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. എന്താണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ? മാക്സിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ ആണ് ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമിഡിറ്റി ആണ്. വാട്ടർ കണ്ടന്റ് ഇൻ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിന്റെ ഹ്യൂമിഡിറ്റി എന്തിനെല്ലാമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ പ്രദേശത്തിലെ ടെമ്പറേച്ചർ, അതേപോലെ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ടൈപ്പ് ഓഫ് എയർ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവാപ്പറേഷൻ കൂടും. ഇവാപ്പറേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജലം നീരാവിയായി മാറുകയാണ്. സോ അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നീരാവി വരും. സോ അങ്ങനെ അന്തരീക്ഷത്തിലെ വാട്ടർ കണ്ടന്റ് ഇൻക്രീസ് ആവുന്നു, അതിലൂടെ ഹ്യൂമിഡിറ്റി ഉണ്ടാവുന്നു. പിന്നെ എന്താണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ? ഒരു പ്രദേശത്ത് കൂടുതലായിട്ട് വാട്ടർ ബോഡീസ് ഉണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി സ്വാഭാവികമായി കൂടും. ഇനി ടൈപ്പ് ഓഫ് എയർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള എയർ ഉണ്ട്. ഒന്ന് ഡ്രൈ എയർ, ഒന്ന് വെറ്റ് എയർ. ഡ്രൈ എയർ എന്ന് പറഞ്ഞാൽ വരണ്ട എയർ ആണ്, വാട്ടർ കണ്ടന്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള എയറിന് കൂടുതൽ വാട്ടർ കണ്ടന്റിനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ അവിടെയായിരിക്കും കൂടുതൽ ഇവാപ്പറേഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ? സോ നമ്മൾ പറഞ്ഞു വാട്ടർ വേപ്പറായി മാറുന്ന പ്രോസസ്സാണ് ഇവാപ്പറേഷൻ. അങ്ങനെയെങ്കിൽ വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയി മാറുന്ന പ്രോസസ്സ് ഏതാണ്? കണ്ടൻസേഷൻ ആണ്. കണ്ടൻസേഷന് വിവിധ രൂപങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ്. എന്താണ് മിസ്റ്റ് ഓർ ഫോഗ് എന്ന് പറഞ്ഞാൽ? കണ്ടൻസേഷൻ അറൌണ്ട് ദ മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ലോവർ അറ്റ്മോസ്ഫിയർ. താഴ്ന്ന അന്തരീക്ഷത്തിൽ മൈന്യൂട്ട് ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും കണ്ടൻസേഷൻ നടക്കുമ്പോഴാണ് മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് ഉണ്ടാവുന്നത്. ഇതിലൂടെ വിസിബിലിറ്റി ഒബ്സ്ട്രക്റ്റ് ആവുന്നുണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഈ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് പറയുന്നതാണ് ഈ മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ കോടമഞ്ഞ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അടുത്തത് ഫ്രോസ്റ്റ് ആണ്. കണ്ടൻസേഷൻ ഇൻ വിച്ച് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ്. അതായത് ഈ ഒരു പ്രോസസ്സിലൂടെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തത് ഡ്യൂ ആണ്. ഈ ഡ്യൂ എന്താണ്? രാവിലെ സമയങ്ങളിൽ ചെടികളിലൊക്കെ നമ്മൾ മഞ്ഞുതുള്ളികൾ കാണും അല്ലെ, അതായത് ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണും. അതാണ് ഡ്യൂ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ നിയർ സർഫസ് ഓഫ് എർത്ത്. ഭൂമിയുടെ സർഫസിന്റെ അടുത്തായി നടക്കുന്ന കണ്ടൻസേഷൻ ആണ് ഡ്യൂ. ഇനി അടുത്തത് ക്ലൗഡ്സ് ആണ്. നമുക്കറിയാം ക്ലൗഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കണ്ടൻസേഷൻ ഓഫ് വാട്ടർ വേപ്പർ അറൌണ്ട് ഫൈൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് ലോവർ അറ്റ്മോസ്ഫിയറിലാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ക്ലൗഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതും ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും കണ്ടൻസേഷൻ നടക്കുമ്പോൾ തന്നെയാണ്. പക്ഷെ ലോവർ അറ്റ്മോസ്ഫിയറിലല്ല, കുറച്ചുകൂടി ഹയർ അന്തരീക്ഷത്തിലാണ്, അതായത് കുറച്ചുകൂടി ഉയർന്ന അന്തരീക്ഷത്തിലാണ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു കണ്ടൻസേഷന്റെ ഒരു രൂപമാണ് ക്ലൗഡ്സ് എന്നല്ലേ. ക്ലൗഡ്സ് പലതരത്തിലുണ്ട്. ഒന്നാമത്തേത് സിറസ് ക്ലൗഡ്സ് ആണ്. എന്താണ് സിറസ് ക്ലൗഡ്സിന്റെ പ്രത്യേകത? ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണ്. തൂവൽ കെട്ട് പോലെയാണ് സിറസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. ഉയർന്ന അന്തരീക്ഷത്തിലാണ് സിറസ് ക്ലൗഡ്സ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് സ്ട്രാറ്റസ് ക്ലൗഡ്സ് ആണ്. സ്ട്രാറ്റസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു ലെയർ ഉണ്ടല്ലേ, പാളികളായിട്ടുണ്ട് എന്തോ സംഭവം. അപ്പോൾ സ്ട്രാറ്റസ് ക്ലൗഡ്സ് എന്താണ്? തിക്ക് ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കട്ടിയുള്ള പാളികളായിട്ടാണ് സ്ട്രാറ്റസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത്. സ്കൈയുടെ ലോവർ പാർട്ടിലാണ് ഈ ക്ലൗഡ്സ് കാണാറുള്ളത്. ഇനി അടുത്തത് ക്യുമുലസ് ക്ലൗഡ്സ് ആണ്. കോട്ടൺ ബണ്ടിൽസ് അല്ലെങ്കിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന ക്ലൗഡ്സ് ആണ് ക്യുമുലസ് ക്ലൗഡ്സ്. ഇനി അടുത്തത് നിംബസ് ക്ലൗഡ്സ് ആണ്. ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഇൻ ലോവർ അറ്റ്മോസ്ഫിയർ. താഴ്ന്ന അറ്റ്മോസ്ഫിയറിൽ മഴ പെയ്യാൻ സാധ്യതയുള്ള ഡാർക്ക് ക്ലൗഡ്സ് ആണ് എന്ത്? നിംബസ് ക്ലൗഡ്സ് എന്ന് പറയുന്നത്. സോ ക്ലൗഡ്സ് 4 തരത്തിലുണ്ട്: സിറസ് ക്ലൗഡ്സ്, സ്ട്രാറ്റസ് ക്ലൗഡ്സ്, ക്യുമുലസ് ക്ലൗഡ്സ് ആൻഡ് നിംബസ് ക്ലൗഡ്സ്. സോ ഇപ്പം നമ്മൾ ക്ലൗഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് പ്രസിപ്പിറ്റേഷൻ ആണ്. എന്താണ് ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻസേഷൻ നടക്കുമ്പോൾ ക്ലൗഡ്സിലുള്ള വാട്ടർ ഡ്രോപ്ലെറ്റ്സിന്റെ സൈസ് കൂടുകയും അതിന് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്? ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഭൂമിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് പല രൂപങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ പ്രസിപ്പിറ്റേഷന്റെ പല രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് റെയിൻ. റെയിൻ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസിപ്പിറ്റേഷൻ ആണ്, അതായത് മഴയായിട്ട്
ഭൂമിയിലേക്ക് എത്തുന്നു. ഇനി അടുത്തത് ഹെയിൽ സ്റ്റോൺസ് ആണ്. എങ്ങനെയാണ് ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം ഉണ്ടാവുന്നത്? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫ്രം ക്ലൗഡ് പാസസ് ത്രൂ കോൾഡർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് റീച്ച് എർത്ത് ആസ് ഐസ് ക്രിസ്റ്റൽസ്. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, ക്ലൗഡ്സിൽ നിന്നും താഴേക്ക് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അന്തരീക്ഷത്തിന്റെ തണുത്ത ലെയേഴ്സിലൂടെ കടന്ന് വരുന്നതനുസരിച്ച് ഐസ് ക്രിസ്റ്റൽസ് ആയി മാറി ഭൂമിയിലേക്ക് ഐസ് കട്ടകളായിട്ടാണ് എത്തുന്നത്. ഇതാണ് ഹെയിൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ആലിപ്പഴം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്നോ ആണ്. അതായത് വെൻ ടെമ്പറേച്ചർ ഫോൾസ് ബിലോ 0 ഡിഗ്രി, അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിൽ താഴുന്ന സമയത്താണ് സ്നോ ആയിട്ട് പ്രസിപ്പിറ്റേഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ പറഞ്ഞു മഴ അല്ലെങ്കിൽ റെയിൻ എന്ന് പറയുന്നത് കോമൺ പ്രസിപ്പിറ്റേഷൻ ആണ് അല്ലെങ്കിൽ സാധാരണ പ്രസിപ്പിറ്റേഷൻ ആണ്. മഴയും പല രീതിയിലുണ്ട്. ഒന്നാമത്തേതാണ് ഓറോഗ്രാഫിക് റെയിൻ അല്ലെങ്കിൽ ശൈലവൃഷ്ടി. എന്താണ് ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്നത്? When the windward sides of the mountain receive heavy rainfall, the leeward sides do not receive rainfall due to descending dry air. This is known as orographic rain. അതായത് ഒരു മൗണ്ടെയിന്റെ രണ്ട് സൈഡ്സ്, ഒരു സൈഡ് വിൻഡ്വേർഡ് സൈഡ് ആണ്, അതായത് കാറ്റ് ലഭിക്കുന്ന സൈഡ്, മറ്റേ സൈഡ് കാറ്റ് ലഭിക്കാത്ത സൈഡുമാണ്. അങ്ങനെയെങ്കിൽ ഈ കാറ്റ് ലഭിക്കുന്ന സൈഡിലായിരിക്കും മഴ പെയ്യുന്നത്, മറ്റേ സൈഡിൽ മഴ പെയ്യത്തേയില്ല. ഇങ്ങനെ പെയ്യുന്ന മഴയാണ് ഓറോഗ്രാഫിക് റെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ലീവേർഡ് സൈഡിനെ നമുക്ക് എന്ത് പറയാം? മഴ നിഴൽ പ്രദേശം അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജൻ എന്ന് പറയാം. മനസ്സിലായല്ലോ? ഇനി അടുത്ത ടൈപ്പ് ഓഫ് റെയിൻ ആണ് കൺവെക്ഷണൽ റെയിൻഫോൾ അല്ലെങ്കിൽ സംവഹന വൃഷ്ടി. എന്താണ് സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ? സമ്മർ സീസണിൽ ട്രോപ്പിക്കൽ റീജൻസിൽ, അതായത് ഇക്വേറ്ററിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉച്ച സമയത്തുണ്ടാവുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിൻഫോൾ. മനസ്സിലായല്ലോ? സോ ഇനി അടുത്തത് ബോർഡർ റെയിൻ അല്ലെങ്കിൽ തീരദേശ വൃഷ്ടിയാണ്. തീരപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻസിൽ രണ്ട് രീതിയിലുള്ള എയർ ഉണ്ട്. അതായത് കടലിൽ നിന്നും കരയിൽ നിന്നുമുള്ള എയർ. ഈ രണ്ട് എയറിനും രണ്ട് ടെമ്പറേച്ചർ ആയിരിക്കും. കാരണം എന്താണ്? കടലും കരയും രണ്ട് രീതിയിലാണ് ചൂട് പിടിക്കുന്നത്. സോ ഇങ്ങനെ ഈ രണ്ട് എയറും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയത്ത് ചൂട് കൂടിയ എയർ പൊങ്ങിപ്പോകുകയും പിന്നീട് ക്ലൗഡ്സ് ഫോം ചെയ്ത് മഴയായി പെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ പെയ്യുന്ന മഴയാണ് തീരദേശ വൃഷ്ടി അല്ലെങ്കിൽ ബോർഡർ റെയിൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്തത് സൈക്ലോണിക് റെയിൻ അല്ലെങ്കിൽ ചക്രവാത വൃഷ്ടിയാണ്. അതായത് ഒരു പ്രദേശത്ത് ന്യൂനമർദ്ദം അല്ലെങ്കിൽ ലോ പ്രഷർ അനുഭവപ്പെടുകയും അതിന് ചുറ്റുമായുള്ള പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന മഴയാണ് സൈക്ലോണിക് റെയിൻ അല്ലെങ്കിൽ ചക്രവാത വൃഷ്ടി എന്നറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ റിവൈസ് ചെയ്തത്. മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഷോർട്ടാക്കി നോട്ട്സ് തന്നിട്ടുണ്ട്. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.